കാസർഗോഡിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മെഡിട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മെഡിട്രാക്ക് ഡിസ്കസ് ചെയ്യുന്ന വിഷയം സാധാരണ സ്ത്രീകളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ PCOS മൂലം സ്ത്രീകളിൽ കാണുന്ന കോസ്മെറ്റിക് ഇഷ്യൂസ് അല്ലെങ്കിൽ കോസ്മെറ്റിക് മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ എപ്പിസോഡ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡിൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് മാംഗ്ലൂർ ഡ്യൂസ്കൾപ്റ്റ് ക്ലിനിക്കിലെ കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റുമായ Dr.Shruthi മാമാണ്. മാം വെൽക്കം. ഹലോ, താങ്ക് യു. മാം, ഒരു ടോപ്പിക്ക് പഴയതാണെങ്കിലും ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടാകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത്. PCOS ഏതൊക്കെ തരത്തിലാണ് സ്ത്രീകൾക്ക് പൊതുവായ കോസ്മെറ്റിക് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് എന്നാണ്. ആക്ച്വലി വാട്ട് ഈസ് PCOS? PCOS now it's almost become like a common term. എല്ലാവർക്കും ഒരു PCOS അറിയാം. ഓൺലി വൺ ഡൗട്ട് എല്ലാവർക്കും ഉള്ളത് PCOD പറഞ്ഞാൽ എന്താ, PCOS പറഞ്ഞാൽ എന്താണെന്ന് ഉള്ളത്. സോ PCOD പറഞ്ഞാൽ ഇറ്റ് വാസ് എ ഡിസീസ്. ഇപ്പോൾ കുറച്ച് നമ്മുടെ പുതിയതായിട്ടുള്ള ടേം, കാരണം PCOS ആസ് യു ടോൾഡ് കോസ്മെറ്റിക് കൺസേൺസ് ഓൾസോ ബോഡിയിൽ കുറേ ഓർഗൻസ് എഫക്റ്റ് ആവും. അതുകൊണ്ട് ആ ഒരു PCOS ആയിട്ടുണ്ട്. ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്ന് പറയാൻ പറ്റും. കാരണം ദർ ആർ ലോട്ട് ഓഫ് കൺസേൺസ് ഇൻ ദി ബോഡി. നമ്മുടെ ഈ പീരിയഡ്സ് ഇറഗുലാരിറ്റി മാത്രമല്ലാതെ കോസ്മെറ്റിക് കൺസേൺ ഉണ്ട്, കാർഡിയാക്ക് ആയിരിക്കും, ഡയബറ്റീസ് ആയിരിക്കും, ഇതെല്ലാം വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഇറ്റ് ഹാസ് ബിക്കം നൗ PCOS. PCOS ഈ റീസെൻ്റ് ആയിട്ട് PCOS ഈ കൺസേൺഡ് ആയത് ഈ ഇഷ്യൂസ് എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് ഇങ്ങനെ കൂടി ഇൻക്രീസ് ആകുന്നുള്ള സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ടോ? യെസ്, PCOS ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി ടു ഓൾഡർ. ഇപ്പോൾ നമ്മൾ റുട്ടീനായിട്ട് OP നോക്കുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 20-30 പേഷ്യൻസ് PCOS ആയിരിക്കും. ഇൻഫെർട്ടിലിറ്റി കംപ്ലയിൻസ് കൊണ്ടും ആയിരിക്കും, ഇല്ല കോസ്മെറ്റിക് കൺസേൺസ് കൊണ്ടും ആയിരിക്കും. മീൻസ് ലോട്ട് ഓഫ് യങ് പീപ്പിൾ ആർ ഗെറ്റിംഗ് PCOS. സോ യങ് പീപ്പിൾ ആർ മോർ കൺസേൺഡ് അബൌട്ട് കോസ്മെറ്റിക്. ഐ എം നോട്ട് ടെല്ലിംഗ് ലൈക്ക് ഓൾഡർ ആർ നോട്ട്, ബട്ട് യെസ് യങ്ങർ ജനറേഷൻ അഡോളസെൻ്റ് ആയിരിക്കും, മിഡിൽ ഏജ് ആയിരിക്കും, ഈ കോസ്മെറ്റിക് കൺസേൺസ് ആണ് അവർക്ക് കൂടുതൽ പ്രശ്നം കാണുന്നത്. കാരണം ഇറ്റ് ഇസ് സീൻ ബൈ പീപ്പിൾ. സോ ആ ഒരു വ്യത്യാസങ്ങൾക്ക് ഇത് വളരെ കോമൺ ആയിട്ട് വി ആർ ഗെറ്റിംഗ് ദോസ് പേഷ്യൻസ്. ഓക്കെ, നമുക്ക് കോസ്മെറ്റിക് കൺസേൺസ് ഇഷ്യൂസിലേക്ക് വരുന്നതിന് മുന്നേ ഇതിൻ്റെ ഒരു ഏതോ പിന്നെ രോഗത്തിന് ചില റീസൺസ് കോസസ് ഒക്കെ പറയാനുള്ളത്. മെയിൻലി PCOSന് ഉണ്ടാകുന്ന കോസസ് എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് ഇപ്പോഴത്തെ കാലത്ത് നോക്കുമ്പോൾ മെയിൻ കോസ് ഐ ക്യാൻ ടെൽ ആസ് ലൈക്ക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. ലൈഫ് സ്റ്റൈൽ പറഞ്ഞാൽ ഡയറ്റ് ആയിരിക്കും, എക്സസൈസ് ആയിരിക്കും, സ്ലീപ്പിംഗ് പാറ്റേൺ ആയിരിക്കും, ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത് കഴിക്കാനുള്ള ഭക്ഷണങ്ങളായിരിക്കും. ഈ എല്ലാ ഫസ്റ്റ് ലൈനായിട്ട് നമുക്ക് PCOS ഉണ്ടാക്കാനുള്ള ഒരു കാരണങ്ങൾ എന്നാൽ പറയാൻ പറ്റും. ബട്ട് യെസ്, ഡെഫിനറ്റ്ലി അതിൻ്റെ അസോസിയേറ്റഡ് ഉള്ള ജനറ്റിക്കിൻ്റെ രീതിയിൽ, ഇപ്പോൾ ജനറ്റിക് ലെവലിൽ അമ്മയ്ക്കുണ്ടായിരുന്നു, അമ്മയുടെ ചേച്ചിക്കോ നിങ്ങളുടെ ചേച്ചിക്കോ പേഷ്യൻറ്റിൻ്റെ ചേച്ചിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ എന്തായാലും ഉണ്ട്. ദെൻ ഫോർ ടു സർട്ടൻ എക്സ്റ്റെൻറ്റ് ഹോർമോണൽ ഇംബാലൻസ്. ഇപ്പോൾ എല്ലാവരുടെ മാസകൂടി തുടങ്ങിയ പാട് എല്ലാം കൃത്യമായിട്ട് പോകണമെന്നില്ല. സോ ചില പേഷ്യൻസിനെ ചില കുട്ടികളിൽ ഈ എബ്നോർമാലിറ്റി വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ സൈക്കിൾ. ഇപ്പോൾ ഭക്ഷണ ഡയറ്റ് എക്സസൈസ് വ്യത്യാസമായതുകൊണ്ട് ഹോർമോണൽ വ്യത്യാസമാവും. ഹോർമോണൽ വ്യത്യാസമാണ് വീണ്ടും PCOS ഉള്ളത് കൊണ്ട് തടി കൂടും. ഇപ്പോൾ തടി കൂടിയത് വീണ്ടും അഗൈൻ PCOS കൂടും. സോ ആ ഒരു സൈക്കിൾ നമ്മൾ ബ്രേക്ക് ആക്കണം. ആക്ച്വലി മെനി റീസൺസ്, പല റീസൺസും ഉണ്ട്. അതിപ്പം ഇൻഹെറൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഇത് വരുന്നുണ്ട്, ലൈഫ് സ്റ്റൈൽ വരുന്നുണ്ട്, അങ്ങനെ ഓരോ റീസണായി ഇതിന് കാരണം. നമുക്ക് PCOSൻ്റെ പിന്നെ കോസ്മെറ്റിക് കൺസേണിലേക്ക് വരികയാണെങ്കിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താലോ? ആസ് ഐ ടോൾഡ് മോസ്റ്റ് കോമൺ മുമ്പെല്ലാം നമുക്ക് പീരിയഡ് വ്യത്യാസം ഉണ്ടെന്ന് വരുന്നുണ്ടായിരുന്നു, കോമൺ ആയിട്ട്. ഇപ്പോഴും വരാറുണ്ട് ആൾക്കാർ. പക്ഷെ ദർ ആർ equal set of people who come with cosmetic concerns. PCOS ഇപ്പോൾ എല്ലാ ചോദിക്കുമ്പോൾ ഇതൊരു PCOS ആണ് നമ്മൾ ഡയഗ്നോസിക്ക് വരും. കാരണം ഇറ്റ് സ്റ്റാർട്ട്സ് ഓൾ ദി വേ ഫ്രം യുവർ സ്കാൽപ്പ്, ഹെയർ. പറഞ്ഞാൽ ഒരു മെയിൽ പാറ്റേൺ മെയിൽ ഹോർമോൺസ് ആണ് മെയിൻലി കൂടുന്നത് PCOSൽ. സോ ആ മെയിൽ പാറ്റേണിൻ്റെ രീതിയിലുള്ള സിംറ്റംസ് വരും. പറഞ്ഞാൽ സ്കാൽപ്പിൽ ഹെയർ ലോസ് ഉണ്ടാവും, ആൻഡ് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഒരു ആണുങ്ങളുടെ പോലെ ബിയേർഡ് ദാടി പോലെ ഹെയറിൽ സ്കാൽപ്പിൽ ഹെയർ ലോസ് ഉണ്ടാവും. ബോഡി ഹെയർ കൂടും. ചെസ്റ്റിലായിരിക്കും, അബ്ഡോമൻ ആയിരിക്കും, ഹാൻഡ്സ് ആയിരിക്കും. ബട്ട് മോസ്റ്റ് കോമൺ ഓഫ് ദിയർ കൺസേൺ ഇസ് മുഖത്തിൽ മുടി വരുമ്പോൾ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്ന സമയത്തിൽ ദേ ആർ മോർ കൺസേൺഡ്. പിന്നെ ഫേസിക്ക് വരുമ്പോൾ ആക്നെ, പിമ്പിൾസ് കൂടി വരും. ആൻഡ് നോർമലി നമ്മുടെ ഹോർമോൺ വ്യത്യാസം കൊണ്ട് ആക്നെ ഒരു പ്യൂബർട്ടി ഏജ് ഗ്രൂപ്പിൽ വരും. സോ അതല്ലാതെ നമ്മുടെ PCOSൽ കുറച്ചും കൂടി അധികം ഉണ്ടാവും. പ്ലസ് വലിയ ആക്നെ, ബിഗ് ആക്നെ വൾഗാരിസ് പോലെ ബിഗ് ആക്നീസ്, മോർ പസ്സുള്ള ഒരു ഇൻഫെക്ഷ്യസ് ആക്നെ വരും. ആൻഡ് മോസ്റ്റ് കോമൺലി ഈ പാർട്ടിൽ ലൈക്ക് സൈഡ് ലോക്സ്, ചിൻ, ആ ഒരു പാർട്ടിൽ കൂടുതലായിട്ട് വരും. സോ ഇത് PCOSക്കുള്ള ഒരു
മോർ പ്രിഡോമിനൻറ്റ് ഏരിയ. ഇതിൽ വരില്ല എന്നല്ല, പക്ഷെ മോർ കോമൺലി ഇറ്റ് കംസ് ഓവർ ദർ. സോ ഇത് ഇത്രയല്ല. അല്ലാതെ വി ഡു ഹാവ് നെക്കൊക്കെ വരുമ്പോൾ എക്കാൻതോസിസ് നൈലൻ പറഞ്ഞാൽ കറുപ്പാവണത്, ദി പിഗ്മെന്റേഷൻ ഓവർ ദി നെക്ക്. സോ അത് നെക്ക് മാത്രമല്ല, ചിലപ്പോൾ അണ്ടർ ആംസിലുണ്ടാവും, ചിലപ്പോൾ പെരീനിയൽ ഏരിയ, നമ്മുടെ യോനി ഭാഗത്തിൻ്റെ അടുത്തടുത്തുള്ള എല്ലാ ഏരിയ ഉണ്ടാവും, തുടഭാഗത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഡിപ്പെൻഡൻറ്റ് ഏരിയാസിൽ കറുപ്പാവാൻ തുടങ്ങും. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇങ്ങനെ ആയിട്ട് നമുക്കൊരു ഒരു കാണാനോ ഇപ്പോൾ സ്ലീവ്ലെസ് ഇടാനോ നമുക്ക് അവിടെ കറുപ്പുണ്ടാണെങ്കിൽ ദേ വിൽ ഹാവ് ലിറ്റിൽ കോസ്മെറ്റിക്കലി കൺസേൺസ്. സോ ഇത് നമുക്ക് കോസ്മെറ്റിക് ആയിട്ട് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് കംസ് സ്ട്രെച്ച് മാർക്സ്. സ്ട്രെച്ച് മാർക്സ് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ സ്ട്രെച്ച് മാർക്സ് എന്ന് പറഞ്ഞ പാടെ എല്ലാവരും എന്ന് വിചാരിക്കും പ്രഗ്നൻസി. ആ ഒരു മാത്രമല്ല, ബേസിക്കലി എവിടെയായാലും സ്കിൻ സ്ട്രെച്ച് ആവുന്നു, comes back, that changes of skin, sudden weight loss illa sudden weight gain illa stretch loss stretch marks undavarundu. It happens so most of the area means abdomen part. Not only abdomen, shoulders il vera, arms il vera, thoda bhagathil vera. Okay, and ee bhagathil chest bhagathil evadeyal weight gain nammade fat reduce avuna samayathu undagunna stitch koru skin korulla stretch vannal skin break avum. So stretch marks varu, and suddenly adepole ipo nalla tadichittunde PCOS diet alla cheyidu and all those things, sudden weight loss ayi appudu stretch marks varu. So basically skin aru sudden changes avumbol skin damage avum. Okay, tight skin ഒന്ന് ലൂസ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന മാർക്ക് മാർക്സ് വരും. ആൻഡ് ഒബേസിറ്റി, സി PCOS എന്ന് പറഞ്ഞപാട് തടിച്ചിട്ടുള്ള ആൾക്കാരിൽ വരുമെന്ന ഒരു മിസ് നോമർ ഉണ്ട്. ബട്ട് യെസ്, മോസ്റ്റ് കോമൺലി ഇറ്റ് ഇസ് ഒബേസ് ഓർ ഇല്ല ഒരു വെയിറ്റ് ഉള്ള ആൾക്കാർ. ബട്ട് അതല്ലാതെയോ ലീൻ PCOS ഉണ്ട്. പറഞ്ഞാൽ മെല്ലിട്ടുള്ള ആളിലും ഇപ്പോൾ ഐ ക്യാൻ ഓൾസോ ഗെറ്റ് PCOS. അങ്ങനെ മെല്ലിട്ടുള്ള ആൾക്കാരിൽ PCOS വരാനും മതി. സോ ദീസ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒബേസിറ്റി ഈസ് വൺ ഓഫ് ദി കോമൺ കംപ്ലയിൻറ്റ്സ്. ഇപ്പോൾ PCOS ഞാൻ തടി കൂടുന്നുണ്ട്, എത്ര ഡയറ്റ് കൺട്രോൾ ആക്കിയാലും എനിക്ക് തടി ലോസ് ആവുന്നില്ല എന്ന ഒരു കൺസേൺ ആയിട്ട് വരും. ചിലപ്പോൾ ഈ ഒരു സൈക്കിൾ ഞാൻ പറഞ്ഞില്ലേ, വെയിറ്റ് ഗെയിൻ PCOS, വെയിറ്റ് ഗെയിൻ PCOS, ആ ഒരു സൈക്കിളിലേക്ക് അവർ പോയിട്ടുണ്ടാണെങ്കിൽ എത്ര നമ്മൾ ഡയറ്റ് എക്സസൈസ് ചെയ്താലും ചിലപ്പോൾ നമുക്കൊരു മെഡിക്കൽ രീതിയിലുള്ള ഹോർമോണൽ ബാലൻസ് കൊണ്ടുവരേണ്ടി വരും. ഹോർമോണൽ ഇംബാലൻസ് ആയതുകൊണ്ടും ആ ഒരു ഡയറ്റ് വെയിറ്റ് ലോസ് പെട്ടെന്ന് ആവില്ലായിരിക്കും. സോ ആ ദാറ്റ് ടൈം ദേ വിൽ നീഡ് ദാറ്റ് മെഡിക്കൽ ഹെൽപ്പ് ഓൾസോ അതർ ദൻ ഡയറ്റ് ആൻഡ് എക്സസൈസ്. സോ ഇത്രയാണ് നമുക്ക് കോസ്മെറ്റിക് കൺസേൺസ് വരണത്. ഈ ഇങ്ങനെ PCOS ഈ കോസ്മെറ്റിക് കൺസേണിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇത് നമുക്ക് ഇപ്പം ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഡയറ്റ് അല്ലെങ്കിൽ എക്സസൈസിലൊക്കെ നമുക്കിത് കണ്ടു. പക്ഷേ ഇത് നമ്മൾ എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? See, that's a nice thing because എല്ലാവരും പ്രശ്നം ആയ ശേഷം വരും. ഇപ്പോൾ പ്രിവെൻഷൻ ഈസ് വൺ ഗുഡ് തിങ് വിച്ച് വി ക്യാൻ ഹെൽപ്പ് ഇൻ PCOS. ഇപ്പോൾ ഞാൻ ഐ ഓൾവേസ് ഗിവ് എക്സാമ്പിൾ PCOS ഒരു ഡയബറ്റീസ് ഉള്ള പോലെ. ഇപ്പോൾ ഡയബറ്റീസിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ടു സർട്ടൻ എക്സ്റ്റെൻറ്റ്. യെസ്, സ്വീറ്റ് മധുരകളെല്ലാം ഒഴിവാക്കുക ആൻഡ് ഓൾ ദോസ് തിങ്. സെയിം വേ PCOS ഇസ് ഓൾസോ ലൈക്ക് മോസ്റ്റ് ഓഫ് ദി തിങ് ഈസ് ഫ്രം ഡയറ്റ് ആൻഡ് എക്സസൈസ്. ഇപ്പോൾ ചെറുപ്പത്തിലെന്നല്ല യങ്ങർ ഏജ് ഗ്രൂപ്പ് യങ്ങർ ഏജ് ഗ്രൂപ്പിലെ നമ്മൾ ഡയറ്റ് എക്സസൈസ് എല്ലാം ഇപ്പോൾ പേരൻസ് ആയിട്ട് വരും. യങ് കുട്ടികൾ നമ്മൾ എന്നാൽ PCOSോ ഇല്ല ഒരു ഏർലിയർ ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ട് എന്തിനാ വന്നു, എങ്ങനെ ഇതിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, കുട്ടിക്ക് ആൻഡ് ഓൾ ദാറ്റ്. സോ അങ്ങനെയുള്ള സമയത്തിൽ വി ഓൾവേസ് ടെൽ ദാറ്റ് ഹാവ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പറഞ്ഞാൽ ഡയറ്റിലെ എക്സസൈസിലെ തുടക്കത്തിലെ ഇഫ് യു ആർ ആക്റ്റീവ് പറഞ്ഞാൽ സ്വീറ്റ്സ് ലിമിറ്റിൽ കഴിക്കുക, ഓയിലി ഫുഡ് ലിമിറ്റിൽ കഴിക്കുക. മോർ സോ ഇതിനെ കഴിക്കേണ്ടെന്ന് നമ്മൾ യൂഷ്വലി പറയില്ല. ഇറ്റ് ഷുഡ് ഹാവ് ഇൻ ലിമിറ്റേഷൻസ്. പക്ഷെ എനിവേ വാട്ട് യു ഹാവ് ടു ഇൻക്രീസ് ഇസ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഇതെല്ലാം നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ ഉള്ളതാണ്. റുട്ടീൻലി കുട്ടികൾ അറ്റ്ലീസ്റ്റ് അതിനെ മാറ്റി വെക്കും. സോ അതെല്ലാം നമ്മൾ ഇൻക്രീസ് ചെയ്യണം. ഡ്രൈ ഫ്രൂട്ട്സ്, സീഡ്സ്, ഈ കൺസംഷൻ എല്ലാം നമ്മൾ ഇൻക്രീസ് ചെയ്യണം. പിന്നെ അറ്റ് എ ബ്രോഡർ ടേം എന്നിട്ടാൽ പ്രോട്ടീൻ കൂടണം, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം. സോ വെറെവർ കാർബോഹൈഡ്രേറ്റ് ഇസ് മോർ, സ്വീറ്റ്സ് ആയിരിക്കും, ഭക്ഷണങ്ങളായിരിക്കും. സോ അതെല്ലാം ലിമിറ്റ് ആക്കണം. ഇറ്റ്സ് നോട്ട് ലൈക്ക് സീറോ ആക്കണമെന്നില്ല, ബട്ട് പ്രിവെൻഷൻ ഇസ് സംവെയർ ലിമിറ്റ് ചെയ്യേണ്ടി വരും. സോ യു ഹാവ് ടു ഹാവ് എ ബാലൻസ്ഡ് മീൽ. കുറച്ച് കാർബോഹൈഡ്രേറ്റ്, കുറച്ച് പ്രോട്ടീൻ, കുറച്ച് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. There is no age to start your diet. Means because ഇപ്പം നമ്മൾ പെട്ടെന്ന് ഇപ്പം എൻ്റെ ഏജ് ആയിരിക്കും നിങ്ങളുടെ പെട്ടെന്ന് ഈ ഭക്ഷണം എല്ലാം കഴിക്കേണ്ട, ഈ ഭക്ഷണം കഴിച്ചിടുന്നു പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു രോഗം വന്ന ശേഷമാണ് ഇതൊക്കെ വരുന്നത്. ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനും ഡോക്ടറെ അഡ്വൈസും വരുന്നത് ഇതിന് ഡയറ്റ് കൺട്രോൾ ചെയ്യണം, ഇന്ന് ഫുഡ് കഴിച്ചുകൂടാ. പക്ഷേ ഇത് ലിമിറ്റ് ചെയ്തിട്ട് എന്ന് മുതൽ കഴിക്കാൻ പറ്റുന്ന പ്രേക്ഷകരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി PCOS എല്ലാ മെയിൻലി ബി ഫോക്കസിങ് ഓൺ ഗേൾസ്. ദാറ്റ്സ് വൈ. സോ ഗേൾസിൽ നമ്മൾ തുടക്കത്തിലേനോ ഗിവ് ദം എ ഹെൽത്തിയർ ഫുഡ് ഹാബിറ്റ്സ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഓൾറെഡി ദേ ആർ റീച്ച് ദാറ്റ് ഏജ് ഉണ്ടാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് എ യങ് ജനറേഷൻ അണ്ടർസ്റ്റാൻഡ്.
അപ്പോൾ നമുക്ക് വലിയ ആൾക്കാരായാലും കുറച്ചായാലും മനസ്സിലാവും. പക്ഷേ കുട്ടികളിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. സോ വാട്ട് ഐ റിക്വസ്റ്റ് പേരൻസ് ഈസ് ചെറിയ ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പിലെ അവർക്ക് ഇതിനെല്ലാം കൂടുതലായിട്ട് കൊടുക്കാൻ നോക്കണം. ഇപ്പോൾ അച്ഛനായാലും ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഹീ വിൽ ടേക്ക് ബാഗ് ഫുൾ ഓഫ് മിക്സ് ചിപ്സ് അങ്ങനെ ഒരു ബേക്കറി ഐറ്റംസ് കൊണ്ടുപോകേണ്ട പകരം ടേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുപോയിക്കോ. അപ്പോൾ കുട്ടികളിലെ ആ ഒരു പ്രിവെൻഷനിൻ്റെ മോഡിക്ക് വരുമ്പോൾ യു ക്യാൻ സ്റ്റാർട്ട് ആസ് ഏർലി ആസ് പോസിബിൾ. ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്തി ഫുഡ്സ് ആൻഡ് അൺഹെൽത്തി ഫുഡ്സ് അത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് വളരെ യങ് സ്റ്റേജിലേക്കല്ലേ ആ കുട്ടി അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആകുന്ന സമയത്ത് ആ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ആ ലൈഫ് ലീഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി. അപ്പം നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? കോസ്മെറ്റിക് കൺസേൺസ് എന്ന് പറഞ്ഞാലും ട്രീറ്റ്മെൻറ്റ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് സിസ്റ്റമിക്. ആസ് ഞാനിപ്പോൾ പറയുന്നുണ്ടല്ലോ, PCOS എന്ന് പറഞ്ഞാൽ അത് കാണാനുള്ള കോസ്മെറ്റിക് കൺസേൺസ് മാത്രമല്ല, ബോഡിയിലുള്ള ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി വാട്ട് എവർ ഐ ടോൾഡ് ഡയറ്റ് ആൻഡ് എക്സസൈസ് വിൽ ബി യുവർ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ്. ഫസ്റ്റ് നമ്മൾ അതിനാണ് ശരിയാക്കുന്നത്. പിന്നെ ഐ ടോൾഡ് അബൌട്ട് ഡയറ്റ്, പക്ഷേ എക്സസൈസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു 20 to 30 minutes ഓഫ് എക്സസൈസ് അറ്റ്ലീസ്റ്റ് 5 times in a week ചെയ്യണം. ഓക്കെ, എല്ലാ ദിവസവും 7 days ചെയ്യാൻ പറ്റുന്നതാണ്. 2 days ബ്രേക്ക് എടുത്തോളേക്ക് അറ്റ്ലീസ്റ്റ് 5 days in a week around 30 minutes of exercise is very almost mandatory, essential. Okay, അതിൻ്റെ നെക്സ്റ്റ് വരുമ്പോൾ മെഡിസിൻസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആസ് ഐ ടോൾഡ് യു കോസ്മെറ്റിക് കൺസേൺസ് ഇസ് എ പാർട്ട് ഓഫ് വാട്ട് ഇസ് ദെയർ ഇൻസൈഡ് യുവർ ബോഡി. ഉള്ളിലുള്ള പ്രശ്നങ്ങൾക്ക് അത് കോസ്മെറ്റിക് ആയിട്ട് കാണുന്നുണ്ട്. സോ ആ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ മൈൽഡ് അല്ലാതെ മോഡറേറ്റ് സിവിയറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ മെഡിസിൻസ് ആൻഡ് ഹോർമോണൽ ഇംബാലൻസ് കൊടുക്കേണ്ടി വരും. സോ പിന്നെ വേറെ എന്താ പ്രശ്നമുണ്ടോ? PCOS ഉള്ള ആൾക്കാരിൽ തൈറോയ്ഡ് ഇഷ്യൂസ് വരാനും മതി. സോ അതെല്ലാം നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. കോസ്മെറ്റിക് മാത്രം ആയാലും ചിലപ്പോൾ അതിനെ കോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടെസ്റ്റുകൾ ബ്ലഡ് ടെസ്റ്റ് ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വി ഗോ ടു പ്രോപ്പർ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് വേണമാണെങ്കിൽ ഇല്ല നോൺ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് കുറച്ച് മെഡിസിൻസിൻ്റെ രീതിയിലും ചിലപ്പോൾ വേണ്ടി വരും ചില പേഷ്യൻസിന്. സോ ഡയറ്റ്, എക്സസൈസ്, മെഡിക്കൽ മാനേജ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ ദെൻ വി ഡയറക്റ്റ്ലി ടാക്കിൾ കോസ്മെറ്റിക് കൺസേൺസ് ഓൾസോ. കോസ്മെറ്റിക് കൺസേൺസ് എന്തെല്ലാം ഇപ്പോൾ ഇതിന് ഇത്ര എല്ലാം പറയുവാണെങ്കിലും എല്ലാ കംപ്ലയിൻറ്റ്സ് ഒരു കുട്ടിയിലും ഉണ്ടാവണമെന്നില്ല. സം പേഷ്യൻസ് വിൽ ഹാവ് സം ഓഫ് ദോസ് കംപ്ലയിൻറ്റ്സ്. കുറച്ച് പേഷ്യൻസിന് കുറച്ച് കംപ്ലയിൻറ്റ്സ് മാത്രമേ ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ സിവിയർ ആയിട്ടുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും. സോ വി ഹാവ് ടു ടാക്കിൾ വിച്ച് ഈസ് മോർ ഡിസ്റ്റർബിങ്. അവർക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ടാവുന്നുണ്ട് അതിനെ നമ്മൾ ടാക്കിളായിട്ട് കൊണ്ടുവരും. സോ സ്റ്റാർട്ടിങ് വിത്ത് ഹെയർ ലോസ്. ഹെയർ ലോസ് നമുക്ക് എത്ര ഹെയർ ലോസ് ഉണ്ടെന്ന വിൽ അസസ്. ഓക്കെ, ഹെയർ ലോസിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് ആയാൽ ചിലപ്പോൾ മെഡിസിൻസ് മാത്രം മതിയാവുമായിരിക്കും. ലൈക്ക് വി ഗിവ് ഹോർമോണൽ ബാലൻസ് ആൻഡ് കുറച്ച് ബയോട്ടിൻ റിച്ച് ഉള്ള വൈറ്റമിൻസ് ആൻഡ് ഓൾ വി സപ്ലിമെൻറ്റ്. ചില സെറ്റ് ഓഫ് പീപ്പിൾ വിൽ നീഡ് മിനോക്സിഡിൻ ലെവലിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ഇറ്റ് ബിക്കംസ് വെരി സിവിയർ. കുട്ടികളല്ലാതെ ഒരു 35-40 ആ ഒരു 30+ ഉള്ള ഏജ് ഗ്രൂപ്പിൽ ചിലപ്പോൾ ഹെയർ ലോസ് ഹോർമോണൽ ഇഷ്യൂസ്ക്ക് വരും, PCOSക്ക് വരും. സോ സംടൈംസ് വി ഗോ എ ലിറ്റിൽ സ്റ്റെപ്പ് ഹയർ. PRP, GFC, എക്സോസോംസ് ഇതെല്ലാം നമ്മുടെ ഇഞ്ചക്ഷൻ ഉള്ള പോലെ ഒരു വലിയ സർജറി പ്രൊസീജിയേഴ്സ് അങ്ങനെയൊന്നും അല്ല. ഇറ്റ്സ് എ സ്മോൾ പ്രൊസീജിയർ, മിനിമൽ ഇൻവേസീവ്. നമ്മൾ ബ്ലഡ് തന്നെ എടുത്തിട്ട് അതിനെ നമ്മൾ പ്ലേറ്റ്ലെറ്റ് എന്ന അതിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ പ്ലേറ്റ്ലെറ്റിനെ ഹെയർ ലോസ് ഉള്ള സ്ഥലത്തിൽ ഇഞ്ചെക്ട് ആക്കി കൊടുക്കും. ഇറ്റ്സ് എ സ്മോൾ പ്രൊസീജിയർ. ഇപ്പോൾ PRP ഹെയർ ലോസിൽ ഇറ്റ് ഈസ് ഗിവിംഗ് വെരി ഗുഡ് റിസൾട്ട്. യൂഷ്വലി മിനിമം 3 sitting, ബട്ട് ആവറേജ് ആയിട്ട് ഒരു 5 to 6 sessions വരെ ഡിപ്പെൻഡിങ് ഓൺ ദി ഹെയർ ഗ്രോത്ത്, ഡിപ്പെൻഡിങ് ഓൺ പേഷ്യൻറ്റ് ടു പേഷ്യൻറ്റ് റെസ്പോൺസ് ടു ഇറ്റ്. നമ്മൾ ആ ഒരു സെഷൻസിന് 3 session ആയ ശേഷം യു ക്യാൻ സ്റ്റാർട്ട് സീയിങ് യുവർ ഇപ്പോൾ മൈൽഡ് എല്ലാം ഉണ്ടാണെങ്കിൽ ചിലപ്പോൾ അത്ര PRP എന്നാൽ എന്തറിയാവോ, അത് ആക്ച്വലി ബ്ലഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നത്. ഗ്രോത്ത് ഫാക്ടേഴ്സാണ് നമ്മൾ ഒരു സ്ഥലത്ത് കൊടുക്കുന്നത്. സോ അവിടെയുള്ള ഫോളിക്കൽസിനെ റിജുവിനേറ്റ് ആക്കും. സോ ന്യൂവർ ഫോളിക്കൽസ് വരും. ന്യൂവർ ഫോളിക്കൽസ് അല്ല, ന്യൂവർ ഹെയർ ഗ്രോത്ത് ആകും. സോ അങ്ങനെ വെച്ചിട്ട് സോ മിനിമം around 5 to 6 sessions is usually what we recommend. And ഇത് മന്ത്ലി വൺസ് ചെയ്താൽ മതി. ഇറ്റ്സ് നോട്ട് ലൈക്ക് എവറി ഡേ വരണം, വീക്ക്ലി വരണം, അങ്ങനെയല്ല. മന്ത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി, 3 to 4 weeks. ഓക്കെ, നെക്സ്റ്റ് കംസ് യുവർ ഫേസ്. ഫേസിലുള്ളത് ഫസ്റ്റ് ആക്നെയാണ്. ഓക്കെ, ആക്നെയിൽ നമ്മൾ യൂഷ്വലി ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ആക്നെ ഉണ്ടാണെങ്കിൽ ക്രീംസ് ആൻഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാണെങ്കിൽ ആൻറ്റിബയോട്ടിക് ക്രീംസ് കൊടുക്കൂ. പിന്നെ അതോടെ ഒരു വലിയതായിട്ടുണ്ടാണെങ്കിലോ ഇല്ല ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടാണെങ്കിൽ ഡീപിഗ്മെൻറ്റിങ് ക്രീം കൊടുക്കൂ. പറഞ്ഞാൽ ആക്നെ ആയപ്പാട് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഫേസസ് ഓഫ് ആക്നെ. ഫസ്റ്റ് ഒരു ഇൻഫെക്ഷൻസ് ആയിട്ട് വരും, പിന്നെ ഒരു പിഗ്മെൻറ്റേഷൻ വരും, പിന്നെ അത് സ്കാറായിട്ട് പോകും. സോ ഏത് ലെവലുണ്ട് ആ ലെവലിലുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കും. ആൻറ്റിബയോട്ടിക് എന്തായാലും കൊടുക്കും. ഡീപിഗ്മെൻറ്റിങ് ക്രീംസ് മൈൽഡർ പീൽസ് ആയിട്ട് ഉള്ള ക്രീം, സോ ദാറ്റ് പിഗ്മെൻറ്റേഷൻ കുറവാകും. പിന്നെ നെക്സ്റ്റ് കംസ് യുവർ കെമിക്കൽ പീൽസ്.
chemical peels എന്ന് പറയുമ്പോൾ it comes like depending on the severity of acne എത്ര മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ കൂടുതൽ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ we use kind of chemical peels. ഇതൊരു peels എന്ന് പറയുമ്പോൾ it's like chemicals only but in different percentage അതിൻ്റെ സ്ട്രെങ്ത് ഉണ്ടാവും. based on that we put, but ഇതിനെ നമ്മൾ പേഷ്യൻ്റെ കയ്യിൽ കൊടുക്കാനാവില്ല കാരണം it has its own burn. നമ്മൾ ആസിഡ് എന്ന് പറയുമ്പോൾ ബേൺ ആവില്ലേ അതേപോലെ ദാറ്റ്സ് വൈ ഇറ്റ് ഹാസ് ടു ബി ഡൺ അണ്ടർ എ സൂപ്പർവിഷൻ. സോ അതുകൊണ്ട് നമ്മൾ ഇതിനെ പ്രൊസീജിയറുടെ പോലെ ചെയ്യുന്നത് കാരണം ഇതൊക്കെ ഒരു ടൈം ഡിപ്പെൻഡൻറ്റ് ഡെപ്ത് ഡിപ്പെൻഡൻറ്റ് അങ്ങനെ ഉണ്ടാവും. സോ ഇതിനെ നമ്മൾ പ്രൊസീജിയറിൻ്റെ രീതിയിൽ ചില ആക്നേസൊക്കെ ചെയ്യാറുണ്ട്. വേണമെങ്കിൽ വി ജസ്റ്റ് അപ്ലൈ ഇറ്റ്. ഇതും നമ്മുടെ സെഷനിൻ്റെ രീതിയിൽ പോണത് മന്ത്ലി വൺസ് സെഷൻ ചെയ്യേണ്ടി വരും ഡിപ്പെൻഡിങ് ഓൺ ദിയർ റെസ്പോൺസ് 3 or 4 or 5 like ആവറേജ് ആയിട്ട് 3 till 6 also sometimes patient റെസ്പോൺസിൻ്റെ അനുസരിച്ചിട്ട് പോകും. ഓക്കെ സോ ഇറ്റ്സ് ഓൾസോ 10-15 minutes procedure. നാച്ചുറലി അത് റെഡ്യൂസ് ആയി പോവാ. യാ പിമ്പിളിനെ ഒരു ആസിഡ് വെച്ച പോലെ ഷ്രിങ്ക് ആവും പ്ലസ് ഡീപിഗ്മെന്റിങ്ങും ഹെൽപ്പ് ആവും പിഗ്മെന്റേഷൻ വരാത്ത പോലെയും ഹെൽപ്പ് ആവും. ഓക്കെ ആൻഡ് സെയിം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീൽ ഉണ്ട് കുറേ കണ്ടന്റ് ഉള്ള ക്രീംസ് ഉണ്ട്. സോ ആ പീൽസിനനുസരിച്ച് ഈ പിമ്പിൾ വന്നാൽ നെക്സ്റ്റ് ഈസ് പിഗ്മെന്റേഷൻ അത് ഇത് ടാക്കലാക്കും. അതിൻ്റെ നെക്സ്റ്റ് സ്കാർസ് വന്നാൽ സ്കാർ ബാക്കിയാവില്ലേ അതാണ് മോസ്റ്റ് ഓഫ് ദി ഇപ്പോൾ പിമ്പിൾ വന്നു പോയി എങ്കിൽ സ്കാർ ഉണ്ട്. സോ ആ ഒരു സ്കിൻ ടെക്സ്ചർ വ്യത്യാസമാക്കാനും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീൽ അല്ലെങ്കിൽ മോസ്റ്റ് സ്ട്രോങ്ങർ പീൽസ് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഒരു പീലിംഗ് ഒരു ഫസ്റ്റ് അതായത് വൺ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി ഒരു സെക്കൻഡ് ടൈമിൽ വേണ്ടി വരും കാരണം ഓൾറെഡി എല്ലാ പിമ്പിളില്ല ആക്നെ സ്കാർ വിടില്ല അൺലെസ് നിങ്ങൾ അതിനെ കുറച്ചുകൂടി കഴിച്ചിട്ട് ഹാൻഡ് ആയിട്ട് പോയിട്ട് ഇഫ് യു കോസ് എനി ട്രോമ സ്കാറിലേക്ക് പോകും. യൂഷ്വലി പിമ്പിളിനെ തൊടാതെ പോയാൽ ഇഫ് യു ഹവ് ടേക്കൺ കെയർ പ്രോപ്പർലി സ്കാർ വരില്ല. ദാറ്റ് ഈസ് വൺ തിങ്. എല്ലാ കുട്ടികളായിരിക്കും വലിയ ആൾക്കാരായിരിക്കും ആക്നെ വരാനുള്ള ആൾക്കാർ യു ഹാവ് ടു ടേക്ക് കെയർ ദാറ്റ് ഡു നോട്ട് ടച്ച് യുവർ പിമ്പിൾ. അപ്പോൾ സ്കാർ വരാത്ത പോലെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ സോ ദിസ് ഇസ് യുവർ ആഫ്റ്റർ ക്രീംസ് മറ്റേത് വർക്ക് ആവുന്നില്ല എല്ലാം സിവിയർ ഉണ്ടാണെങ്കിൽ വി ഗോ ടു പീൽസ്. ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് സ്കാർക്കും നമ്മൾ ചില സ്കാറിനെ പറഞ്ഞ പോലെ പീൽസ് യൂസ് ചെയ്യും ആൻഡ് ദെൻ വി ഡു സംതിങ് കോൾഡ് CO2 ലേസേഴ്സ്. സോ നമ്മൾ ലേസേഴ്സ് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്കാർസ് ഡീപ്പായി പോയാൽ ചിലപ്പോൾ നമ്മൾ ലേസേഴ്സ് എന്ന അഡ്വൈസ് ചെയ്യാറുണ്ട്. സോ ലേസേഴ്സ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് കോമൺലി യൂസസ് ദിസ് CO2 ലേസർ. ഇത് നമ്മൾ സ്കിൻ റിജുവിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ആവും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഐ ജസ്റ്റ് ഷോ യു. അപ്പോൾ നമ്മൾ ഇതിനെ സ്കിന്നൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഷൂട്ടാക്കും. ഓക്കെ കെൻ യു സീ ഇറ്റ്? സോ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ പേപ്പറിൽ ബേൺ ആവുന്നുണ്ട്. ഇത് ഫ്യൂംസ് കാണുന്നുണ്ടോ? സോ ആ ഒരു പോലെ തന്നെ see this? ഇതേപോലെ തന്നെ നമുക്ക് സ്കിന്നിൽ സ്മോൾ മൈക്രോടോമ ആകും. ഓക്കെ ആൻഡ് അതിൻ്റെ കൂടെ നോർമൽ സോൺസ് ഉണ്ടാവും. സോ അത് സ്കിൻ ഹീലിംഗ് ഒക്കെ ഹെൽപ്പ് ആവും. സോ ദാറ്റ് ഈസ് വെൻ യുവർ സ്കാർസ് വിൽ rejuvenate and scar കുറയ്ക്കാനാണ് ഹെൽപ്പ് ആവും. ഓക്കെ സോ ദാറ്റ് ഈസ് വൺ തിങ് വിച്ച് വി യൂസ് ഫോർ ആക്നെ ആൻഡ് ആക്നെ സ്കാർസ്. ഇത് ഒരു സിറ്റിംഗിൽ തന്നെ നോ ദീസ് ആർ ലൈക്ക് റിജുവിനേഷൻ ഇസ് എ പ്രോസസ്. ഇപ്പോൾ ഒരു പ്രാവശ്യം ഇരുന്ന് കഴിഞ്ഞാൽ അതെല്ലാം മൊത്തത്തിൽ പോകുന്നില്ല. സോ ദിസ് ഓൾസോ 3 to 6 സെഷൻസ് ചിലപ്പോൾ വേണ്ടി വരും ഡിപ്പെൻഡിങ് ഓൺ ദി റെസ്പോൺസ്. ബട്ട് ഓൾ ഓഫ് ദീസ് ആർ ലൈക്ക് മന്ത്ലി വൺസ് ചെയ്താൽ മതി. ഡിപ്പെൻഡിങ് ഓൺ യുവർ റെസ്പോൺസ് ചെയ്യണം അത്രയേ ഉള്ളൂ. ഡിപ്പെൻഡിങ് ഓൺ എത്ര ഡീപ്പർ ഉണ്ട് സ്കാർ എത്ര ഓൾഡ് സ്കാർ അത്ര നമുക്ക് കുറച്ചും കൂടി സമയം വേണം. സോ വാട്ട് വി യൂഷ്വലി ടെൽ ഇസ് യങ്ങർ സ്കാർസിനെ നമ്മൾ വേഗം ട്രീറ്റ് ചെയ്യാൻ പറയുന്നു. ഓക്കെ ഇഫ് യു ഫീൽ ദാറ്റ് ഓക്കെ സ്കാർ വരുന്നെങ്കിൽ വേഗം ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നാൽ റിസൾട്ട്സ് വിൽ ബി ബെറ്റർ ബിക്കോസ് സ്കിൻ ന്യൂലി ഡാമേജ് ആയിരുന്നു റിജുനേറ്റ് ചെയ്യാൻ ഇസ് മോർ ഈസിയർ. Okay, now coming to the next concern, that is stretch marks. Stretch marks ആണ് ഞാൻ പറഞ്ഞില്ലേ ലൈക്ക് എവിടെ ബോഡി എനിവേർ അബ്ഡോമൻ ആയിരിക്കും തോട ഭാഗമായിരിക്കും ഹാൻഡ് ആയിരിക്കും എവരിവേ സ്ട്രെച്ച് മാർക്സ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട്സ് അഗൈൻ മെഡിസിൻസ് ചിലപ്പോൾ ക്രീംസ് എല്ലാം കൊടുക്കാറുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വി ഡു യൂസ് PRP വിത്ത് മൈക്രോ നീഡ്ലിംഗ് ആണ് പറഞ്ഞിട്ട് അതിനെ ഇൻഫ്യൂസ് ചെയ്യാൻ യൂസ് ആക്കും. ബിക്കോസ് ഇറ്റ് ഈസ് എ ഡാമേജ്ഡ് ഏരിയ വി ആർ ഗിവിംഗ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ടു ഇറ്റ്. സോ അവിടുത്തെ റീജുവിനേഷൻ ആവാൻ ഹെൽപ്പ് ആവും. സോ സ്കിൻ ഡാമേജ് വിൽ ബി reduced. Okay, so stretch marks also fresh the stretch marks results will be much better. The older the stretch marks kore kollaayittunde whitish aayittundangal chalappa results might not be up to the mark. So adukonda we usually tell them younger stretch marks we give good results. Okay angane namakoru idu kodukkan pettu ashwasani kodukkan pettu. Okay, so for coming to medicines, creams, PRP and then to your lasers again CO2 lasers also we use for stretch marks. Okay, there are different modes and now so different kind of entity we use different kind of
മോഡ്സ് ആൻഡ് സെറ്റിംഗ്സ്. സോ സ്ട്രെച്ച് മാർക്സ് ആയിരിക്കും, ആക്നെ സ്കാർസ് ഉണ്ടാണെങ്കിലോ. സോ ഇൻ ഡിഫറെൻറ്റ് വേസ് വി ക്യാൻ യൂസ് ദി സെയിം ലേസേഴ്സ് ഫോർ സ്ട്രെച്ച് മാർക്സ് ഓൾസോ. മാം, ഇതൊക്കെ ഒരു കോസ്മെറ്റിക് കൺസേൺ ആയിട്ടുള്ള പ്രൊസീജിയർ ആകുന്ന സമയത്ത് നമ്മളിപ്പം പിന്നെ 1 or 2 times ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ ഈ സ്ട്രെച്ച് മാർക്കൊക്കെ വരാനുള്ള ഒരു കോസ്മെറ്റിക് കൺസേൺ ആയതുകൊണ്ട് കോസ്മെറ്റിക്കിന്റെ രീതിയിൽ ഒരു പ്രാവശ്യം പോയത് വീണ്ടും വരില്ല. ബട്ട് വീണ്ടും നിങ്ങളുടെ ഇംബാലൻസ് ആയി, വീണ്ടും തടി വ്യത്യാസങ്ങളായി ചിലപ്പോൾ വരാം. ന്യൂ ഇയർ ആയിട്ട് വരും. സോ വൺസ് ഗോൺ ഈസ് ഗോൺ അല്ലേ. സോ വീണ്ടും അത് ഡാമേജ് ആവില്ല. ഓക്കെ. സോ നെക്സ്റ്റ് കംപ്ലൈന്റ് വാസ് യുവർ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്. ഓക്കെ. സോ നെക്സ്റ്റ് ഈസ് യുവർ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്. ഞാൻ പറഞ്ഞില്ലേ, ഹെയർ ലോസ് ആവും പ്ലസ് ഫേസിൽ ഹെയർ ഗ്രോത്ത് ആവാനും മതി. ഇപ്പോൾ മോസ്റ്റ് കോമൺലി PCOSൽ ഫസ്റ്റ് കംപ്ലൈൻ്റ് ആയിട്ട്, കോസ്മെറ്റിക് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത് ഒന്ന് പിഗ്മെൻറ്റേഷൻ ആൻഡ് വൺ ഇസ് യുവർ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്. മീശ പോലെ വരുന്നുണ്ട്, ദാടി പോലെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വരും. ചിന്നായിരിക്കും, സൈഡ് മാത്രമായിരിക്കും, അപ്പർ ലിപ്പായിരിക്കും. സോ ഈ എല്ലാ കൺസേൺസിനും നമുക്ക് ഗുളികകളുണ്ടോ ഇല്ല. ഹെയറിനെ റിമൂവ് ചെയ്യാൻ വി യൂഷ്വലി ഡോണ്ട് റെക്കമെൻഡ് ക്രീംസ്. അത് ആയിട്ടുള്ള എഫക്ട്സ് സൈഡ് ഇഫക്ട്സ് ഉണ്ട്. സോ അതുകൊണ്ട് ആസ് എ മെഡിക്കൽ പ്രൊഫഷണൽ നമ്മൾ ഒരിക്കലും ക്രീംസ് മറ്റേത് യൂസ് ചെയ്യേണ്ടെന്ന് പറയുന്നത്. എപ്പിലേറ്റേഴ്സ് ആയിരിക്കും, യുനോ that also will cause you certain amount of pain and follicular damage and all that. So അതുകൊണ്ട് അതിനെയും നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. ഫസ്റ്റ് ഇസ് യുവർ ഹോർമോണൽ ബാലൻസ്. സോ ദാറ്റ് ഹോർമോണൽ നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ്, മെയിൽ ഹോർമോൺ ലെവൽസ് എല്ലാം നമ്മൾ കൺട്രോൾ കൊണ്ടുവരും. സോ ദാറ്റ് പുതിയ ഫോളിക്കൽസ് വരാത്ത പോലെ ഹെൽപ്പ് ആവും. ഓൾറെഡി ഉള്ള ഫോളിക്കൽസ് നമ്മൾ വി ഡു ടാക്കിൾ വിത്ത് ലേസർ ഹെയർ റിഡക്ഷൻ. ഓക്കെ. ലേസർ ഹെയർ റിഡക്ഷൻ പറഞ്ഞാൽ ഇത് നമ്മൾ ഈ ഒരു ഗൺ പോലെ ഉണ്ടാവും. സോ ഇത് നമ്മൾ സെറ്റിങ്സ് ഉണ്ടാവും. ഡിപ്പെൻഡിങ് ഓൺ എവറി സെറ്റിംഗ് വി ഷൂട്ട് പെർ ഏരിയ. ഓക്കെ. സോ ഇതൊരു അവിടെ ഷൂട്ട് ചെയ്യും. ഓക്കെ. ഇഫ് ഇറ്റ്സ് ഓൺലി അപ്പർ ലിപ്പിൽ മാത്രം വെച്ചിട്ട് ചെയ്യും. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഹാൻഡൊക്കെ വേണമെങ്കിൽ വി ഡു സെയിം തിങ് ഫോർ ലേസർ ഹെയർ റിഡക്ഷൻ ഇൻ അണ്ടർ ആംസ്, അപ്പർ ലിപ്പ്. സോ എവറി പാർട്ട് ഇസ് ടാർഗറ്റഡ് ലൈക്ക് ദാറ്റ്. ആൻഡ് ദിസ് is damaging the follicles and the cool down, so that it is not harming the side skin. Skin-നെ harm ചെയ്യാതെ ആ റൂട്ട്, ഹെയറിൻ്റെ റൂട്ടിനെ ഡാമേജ് ആക്കണം. ഹെയർ റൂട്ട് ഉണ്ടല്ലോ, ഇതിട്ട് അതുകൊണ്ടാണ് ലേസേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ വേവ് ലെങ്ത്. വേവ് ലെങ്ത് നമ്മൾ ആ വേവ് ലെങ്ത്തിനെ മാത്രം ടാർഗറ്റ് ആക്കും. മീൻസ് മെലാനിൻ ഇൻ ദി റൂട്ട്. സോ അതിന് ആകുമ്പോൾ ഓൺലി ഹെയർ റൂട്ട് വിൽ ഗെറ്റ് ഡാമേജ്. സ്കിന്നിനെ ഡാമേജ് ചെയ്യാത്ത പോലെയുള്ള ഒരു മെക്കാനിസം ഇതിലുണ്ട്. ഓക്കെ. സോ ദാറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ തിക്നെസ് ഓഫ് യുവർ ഹെയർ. ഇപ്പം നല്ല ഫൈൻ ഹെയർ ആയാലും ചിലപ്പോൾ വേഗം റെസ്പോൺസ് കിട്ടും. ദി മോർ തിക്കർ ദി ഹെയർ പ്രോബ്ലി മോർ സെഷൻസ് ആയിട്ട് നമുക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. ഓക്കെ. സോ ദാറ്റ് ഓൾസോ ഈസ് അഗൈൻ മന്ത്ലി 3 to 4 weeks വൺസ് ഒരു സെഷൻ ചെയ്യണം. ബിക്കോസ് ഹെയർ ഡിഫറെൻറ്റ് ഫേസിൽ ഗ്രോ ആവുന്നുണ്ടാവും. സോ ആ ഡിഫറെൻറ്റ് ഫേസ് ഓഫ് ഹെയറിനെ ടാർഗറ്റ് ചെയ്യാനാണ് വി നീഡ് ദാറ്റ് മന്ത്ലി സെഷൻസ്. മന്ത്ലി സെഷൻസിലും നമ്മൾ എന്താ പറയുക 3 to 4 weeks എത്ര ഗ്രോത്ത് ഉണ്ട് നോക്കിയിട്ട് ചിലപ്പോൾ ആഫ്റ്റർ സം റിസൾട്ട്സ് അറൗണ്ട് 5 ഇല്ല 6 സെഷൻസ് ഇല്ല 4 ഇല്ല 5 സെഷൻ ആകുമ്പോൾ ഇപ്പോൾ ഹെയർ ഗ്രോത്ത് വളരെ കുറവായിട്ടുണ്ടെങ്കിൽ മന്ത്ലി വൺസ് വിളിക്കില്ല. പ്രോബ്ലി ആഫ്റ്റർ 3 months ഇല്ല 6 months ഡിപ്പെൻഡിങ് ഓൺ യുവർ ഗ്രോത്ത്. ഇല്ല ചിലപ്പോൾ ജസ്റ്റ് ഒരു ടച്ചപ്പ് സെഷൻ ആയിട്ട് ഇയർലി വൺസ് വന്നാൽ മതി. അങ്ങനെ. സോ വൺസ് യുവർ റിസൾട്ട്സ് ആർ ഗുഡ്, അങ്ങനെ നിങ്ങളുടെ സെഷൻസിൻ്റെ ഡ്യൂറേഷനും കൂടി പോകും. ഈ പ്രൊസീജിയർ ചെയ്യുന്ന ഓരോ സെഷനിലും മാം ഇത് ജസ്റ്റ് ഇത് വെച്ചിട്ട് ഈ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്, അതിന് വേറെ ഒരു മെഡിസിൻ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇത് വെച്ചിട്ട് ഇതൊക്കെ ഇല്ല നോ പെയിൻ. ജെല്ലൊന്നും ഉപയോഗിക്കും. സോ ദാറ്റ് സ്മൂത്ത് ഗ്ലൈഡിങ് ആ ഒരു ഇന്റർഫേസ്. നോ അതർ മെഡിസിൻസ്. ഓക്കെ. ഇത് ഇപ്പം ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ 3 or 4 അല്ലെങ്കിൽ ആ റിസൾട്ട് കിട്ടിയ ശേഷം നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഗ്രോത്ത് അങ്ങനെ വളരെ തിന്നാവും, വെരി ഫൈനർ ആവും, ഒന്നും കാണില്ല. ഇപ്പം നമ്മുടെ എല്ലാവരുടെ ഫേസിലും ഉണ്ടാവും ആ പോലെ ആവും. ഇല്ല ഒന്നും കൂടി കൺസേൺ ഉണ്ടാണെങ്കിൽ ടച്ചപ്പ് സെഷൻ ആയിട്ട് വന്നാൽ മതി. 6 months 8 months 1 year അങ്ങനെ. ഓക്കെ. അത് ഒരു പ്യൂർലി ഒരു കോസ്മെറ്റിക് ആ രീതിയിലുള്ള ഒരു പ്രൊസീജിയറിൽ പിന്നീട് പോയാൽ മതി. ഓക്കെ. ദാറ്റ്സ് ഇറ്റ്. കാസർഗോഡിൻ്റെ മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ എപ്പിസോഡിൽ നമ്മുടെ PCOSുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കോസ്മെറ്റിക് റിലേറ്റഡ് ആയ പ്രോബ്ലംസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് മാംഗ്ലൂർ ഡ്യൂസ്കൾപ്റ്റ് ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി മാം കാസർഗോഡിൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ചത്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മാം. താങ്ക് യു.